ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപനാണെങ്കിൽ അതിരാവിലെ തന്നെ ഗുണ്ടകളെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ഗുണ്ടകളാണെങ്കിൽ പ്രതാപനെ കണ്ട ഉടൻ തന്നെ, സാറേ ആ കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഈ പണിക്ക് എന്നെ വിളിക്കണ്ടെന്നും സാറിൻ്റെ പൈസ തിരിച്ചു തരാമെന്നാണ് ഞാനിപ്പോൾ പറയാൻ വേണ്ടി സാറിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് ഗുണ്ടകളിലെ സ്വാമിജി ആണെങ്കിൽ. അപ്പോഴേക്കും നമ്മുടെ പ്രതാപനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ഇത്രയും വലിയൊരു പേടിയായിട്ടുള്ള ആളാണോ തന്നെപ്പറ്റി ഞാൻ ഇങ്ങനൊന്നുമല്ല വിചാരിച്ചെന്ന് പറയുമ്പോൾ, എൻ്റെ പൊന്നു സാറേ, ജീവനിൽ കൊതിയുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോഴേക്കും പ്രതാപം പറയുന്നുണ്ട്, തനിക്ക് എത്ര പൈസ വേണമെങ്കിലും തരാം, ആ കുഞ്ഞിനെ താനൊന്ന് വകവരുത്തിയാൽ മതി, മറ്റൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. എൻ്റെ മോള് സന്തോഷിക്കണം, അതിന് വേണ്ടിയിട്ടാണ്, തനിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം എന്നൊക്കെ പറയുന്നുണ്ട് സ്വാമിജി. എന്തായാലും ഒന്നും കൂടെ അവിടം വരെ പോകണം, എന്നിട്ട് ആ കുഞ്ഞിനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും സ്വാമിജി ആണെങ്കിൽ നമ്മുടെ പ്രതാപം പറഞ്ഞ പോലെ തന്നെ, ശരി സാറേ, ഞാൻ ചെയ്യാം, സാർ എന്തായാലും അഡ്വാൻസും കൂടെ തന്നേക്ക്, എന്തായാലും ആ കുഞ്ഞിനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നിട്ട് ബാക്കി പൈസ തന്നാൽ മതി എന്നൊക്കെ സ്വാമിജി ആണെങ്കിൽ ഇത് പ്രതാപനോട് പറയുന്നുണ്ട്. അങ്ങനെ പ്രതാപൻ പറഞ്ഞതനുസരിച്ച് സ്വാമിജി ആണെങ്കിൽ അതേ ദിവസം തന്നെ അവിടെ പോകാമെന്ന് സമ്മതിക്കുന്നുമുണ്ട്. എന്തായാലും കുഞ്ഞിനെ നിനക്കൊക്കെ ഇല്ലാതാക്കാൻ കഴിയാതെ പിന്നെ മറ്റാർക്കാണ് ഇല്ലാതാക്കാൻ കഴിയാന്നൊക്കെ സ്വാമിജിയെ കൊണ്ട് പ്രേരിപ്പിച്ചിട്ട് വീണ്ടും അങ്ങോട്ടേക്ക് കൊണ്ടുവിടുന്നുണ്ട് സ്വാമിജി ആണെങ്കിൽ. അങ്ങനെ സ്വാമിജി വീണ്ടും നമ്മുടെ രേഖയുടെയും അനന്തുവിൻ്റെ വീട്ടിലെത്തുന്നുണ്ട്. അങ്ങനെ അവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ, ഇനി കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ കഴിയുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ആ പരിസരത്ത് സ്വാമിജി ആണെങ്കിൽ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ സ്വാമിജി ആണെങ്കിൽ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അതിനുശേഷമാണെങ്കിൽ മുത്തശ്ശി ആണെങ്കിൽ കരുണാലയത്തിലോട്ട് വിളിച്ചു വരുത്തുന്നുണ്ട്. അപ്പോഴേക്കും കരുണയാണെങ്കിൽ മുത്തശ്ശിയുടെ വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ കരുണാലയത്തിൽ ദേഷ്യത്തോടെ എത്തുന്നുണ്ട്. അപ്പോഴേക്കും പ്രതാപനോടായിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛന് ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ തന്നെ അവിടെ ആ സ്വാമിയുടെ വീട്ടിൽ പോയിരുന്നു, അയാളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുറപ്പിച്ചിട്ടാണ് വന്നത്. പക്ഷേങ്കിൽ നീ അതിൽ പ്രതീക്ഷയൊന്നും കൊടുക്കണ്ട, കാര്യം കഴിഞ്ഞിട്ട് മാത്രം നിന്നോട് പറയാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേങ്കിൽ അമ്മയാണ് നിന്നോടെല്ലാം പറയണമെന്ന് പറഞ്ഞത്. എന്തായാലും നീ നിരാശപ്പെടണ്ട, എന്തെങ്കിലും ഒരു കാര്യം ആ സ്വാമിജി ചെയ്തിരിക്കും. ഏതോ ഒരു സ്ത്രീയെ മറ്റും അങ്ങോട്ടേക്ക് ഏർപ്പാടാക്കാമെന്നും കണ്ണനെ കൊണ്ട് എന്തൊക്കെയോ അയാൾ ചെയ്യിപ്പിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. അയാൾക്ക് കുറച്ച് മാന്ത്രിക വിദ്യയും കൂടെ അറിയാം. ഇങ്ങനത്തെ ഒരാളെ കണ്ടുപിടിക്കാൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി, പക്ഷെങ്കിൽ അതൊന്നും സാരമില്ല, എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പ്രതാപനാണെങ്കിൽ കരുണയോട് പറയുന്നുണ്ട്. അപ്പോഴേക്കും പ്രതാപനാണെങ്കിൽ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചിരിക്കുകയാണ്, ഇനിയും പ്രശ്നങ്ങളാണോ വരിക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വരുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്തായാലും സ്വാമി പോയിട്ട് വിളിക്കാമെന്നല്ലേ പറഞ്ഞത്, അത് ബാക്കി കാര്യങ്ങൾ നമുക്കപ്പം നോക്കാം. എന്തായാലും കരുണയോട് എന്തായാലും മഹിയെയും കുഞ്ഞിനെയും കാണാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്, നീ എന്തായാലും കുറച്ചും കൂടെ നാടകം അഭിനയിച്ചേ മതിയാവുള്ളൂ, അങ്ങോട്ടേക്ക് ചെന്നിട്ട് ആ കുഞ്ഞിൻ്റെ മട്ടും ഭാവമൊക്കെ ഒന്ന് നോക്കിയിട്ട് വാ. എന്തായാലും രേഖയും അനന്തുമൊക്കെ നിന്നെ അവിടെ നിന്ന് കയറ്റാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെങ്കിൽ നീ മഹിയുടെ കാല് പിടിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ മതി. കാരണം അവളുടെ മനസ്സ് എപ്പോഴും അലിഞ്ഞിരിക്കും, കാരണം നീ അവളുടെ അനിയത്തില്ലേ എന്തൊക്കെ പറഞ്ഞാലും. അതുകൊണ്ട് അവളെ മാത്രം നീ കുറച്ച് കാര്യത്തിൽ നോക്കി നിന്ന് സംസാരിച്ചാൽ മതി, മറ്റാരോടും കെഞ്ചാനൊന്നും പോകണ്ടെന്നൊക്കെ മുത്തശ്ശിയും പ്രതാപനും കൂടെ നമ്മുടെ കരുണയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കരുണയാണെങ്കിൽ അതേപടി പറയുന്നത് കേട്ടിട്ട് പെട്ടെന്ന് തന്നെ മഹാലക്ഷ്മിയും കുഞ്ഞിനെയും കാണാൻ വേണ്ടി വരുന്നുണ്ട്. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ അനന്തവും രേഖയും തന്നെ മുമ്പിലുണ്ടായിരുന്നു കരുണയെ ആട്ടിയിറക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ അലർച്ച കേട്ട കരുണയാണെങ്കിൽ മഹാലക്ഷ്മീനെ ഉറക്കെ പേര് വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും മഹാലക്ഷ്മി ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും മഹാലക്ഷ്മി ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നിനക്കിനി എന്താ വേണ്ടത് കരുണേ, എൻ്റെയും കുഞ്ഞിൻ്റെയും ശവം കാണാൻ വേണ്ടിയിട്ടാണോ നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല, എനിക്ക് നിന്നെ ഉപദ്രവിക്കണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ മാറാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നൊക്കെ കരുണ പറയുന്നുണ്ട്. അപ്പോഴേക്കും മഹാലക്ഷ്മി പറയുന്നുണ്ട്, എനിക്കതിൽ വലിയ വിശ്വാസമൊന്നും തോന്നുന്നില്ല. അപ്പോഴേക്കും രേഖ പറയുന്നുണ്ട്, മഹി ഇപ്പോഴേ ഇവളെ ആട്ടി ഇറക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്, നിന്നെയും നിൻ്റെ കുഞ്ഞിനെയും കൊല്ലാൻ ശ്രമിച്ചവളാണ്, നിനക്കതുകൊണ്ടാണ് ഗർഭപാത്രത്തിൽ കുറച്ച് കോംപ്ലിക്കേഷൻ വന്നത്, അതൊന്നും നീ മറക്കരുത്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നീ ആ കുഞ്ഞിനെ ജന്മം നൽകിയത്, ഇതെല്ലാം ഇവൾ കാരണമാണെന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ രേഖയുടെ കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ കരുണയെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. രേഖയോടായിട്ട് പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും അവൾ എൻ്റെ അനിയത്തിയല്ലേ, അവൾ കുഞ്ഞിനെ കണ്ടിട്ട് പോയിക്കോട്ടെ രേഖയെ, ഒരു കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ റൂമിലോട്ട് മഹിയാണെങ്കിൽ കരുണയെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ കുഞ്ഞിനെ കയ്യിലോട്ട് എടുത്തു കൊടുക്കുമ്പോൾ
കരുണയാണെങ്കിൽ പറയുന്നുണ്ട്, കണ്ണേട്ടൻ്റെ അതേ രൂപം തന്നെയാണല്ലോ കുഞ്ഞിന്, കണ്ണേട്ടനെ പോലെ തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് രേഖ വന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ കുറച്ച് നാൾ മുന്നേ നീയും നിൻ്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ പറഞ്ഞത്, ഇതിന് ഒരുപാട് അച്ഛന്മാരുണ്ടായിരുന്നല്ലേ, ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും കരുണ പറയുന്നുണ്ട്, എൻ്റെ മാറ്റം സത്യം തന്നെയാണ്, അമ്മയുടെ മാറ്റം നിങ്ങളൊക്കെ വിശ്വസിച്ചില്ലേ, അതുപോലെ എൻ്റെ മാറ്റം നിങ്ങൾക്ക് വിശ്വസിച്ചൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനന്തു രേഖയും പറയുന്നുണ്ട്, ഞാൻ ആരുടെയും മാറ്റങ്ങൾ വിശ്വസിച്ചിട്ടില്ല, കണ്ണനും മഹിയാണ് വിശ്വസിച്ചത്, എനിക്കങ്ങനെ ആരെയും വിശ്വാസമൊന്നുമില്ല. പിന്നെ അവർ മാറിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട്, അവരുടെ ഭർത്താവിനെ കൊന്നത് അവർ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയായിരുന്നു, അതുകൊണ്ടാണ് അവർ മാറാനുള്ള കാരണം. നിനക്ക് മാറാൻ പ്രത്യേകിച്ച് അങ്ങനെ കാരണങ്ങളും കാര്യങ്ങളൊന്നുമില്ല, അപ്പം നിന്നെ എങ്ങനെയാണ് വിശ്വസിക്കുക? നീ കുറച്ച് നാൾ മുന്നേ വരെ കണ്ണനെയും മഹയെയും കൊല്ലാൻ വരെ ശ്രമിച്ച ആളാണ്, ആ നിന്നെ വിശ്വസിക്കാൻ ഒരുപാട് പണിയാണ് എനിക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ താഴോട്ട് വരുമ്പോഴും കരുണ ഇങ്ങനെ ശാസിച്ച് നിൽക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ കരുണയാണെങ്കിൽ അഭിനയിച്ചിട്ടാണെങ്കിൽ മഹിയോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് ഒരു ദേഷ്യവുമില്ല, ഞാൻ നിന്നോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നീ പൊറുക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങുന്ന ഒരു നാടകീയമായ രംഗമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോഴേക്കും കണ്ണനാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കണ്ണനാണെങ്കിൽ കാറിൽ മറ്റൊരു സ്ത്രീയും കൊണ്ടാണ് വരുന്നത്, ഒരു മുത്തശ്ശി. ഇത് ചിലപ്പോൾ സ്വാമിജി പറഞ്ഞ അയാൾ തന്നെയായിരിക്കും. അപ്പോഴേക്കും കരുണയാണെങ്കിൽ അച്ഛൻ പറഞ്ഞ കാര്യം ആലോചിക്കുന്നുണ്ട്, സ്വാമിജി ഒരു സ്ത്രീയെ കണ്ണനെ കൊണ്ട് ഏൽപ്പിക്കുന്നതെന്നും ആ സ്ത്രീ ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളായിരിക്കും എന്നൊക്കെ പറഞ്ഞ കാര്യം കരുണയാണെങ്കിൽ ആലോചിക്കുന്നുണ്ട്. അപ്പോഴേക്കും കരുണ അയാളെ മൈൻഡ് പോലും ചെയ്യാതെ നമ്മുടെ കണ്ണേട്ടനോടായിട്ടാണെങ്കിൽ നല്ല രീതിക്ക് സംസാരിച്ചിട്ട്, ഞാൻ കുഞ്ഞിനെ കാണാൻ വന്നതാണ് കണ്ണേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് തിരിച്ചു പോകുന്നുണ്ട്. പുറത്തിറങ്ങിയ കരുണയ്ക്കാണെങ്കിൽ കാര്യം മനസ്സിലായി, അത് ആ ആൾക്കാരൊക്കെ നമ്മുടെ ആൾക്കാരാണ്. ആ മുത്തശ്ശിയാണെങ്കിൽ അച്ഛൻ പറഞ്ഞു വിട്ട ആ സ്വാമിജിയുടെ ആളായിരിക്കും. ഇനി എന്തായാലും ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നല്ല തീരുമാനമായി, സന്തോഷത്തിൻ്റെ ഒരു വരവ് തന്നെ എനിക്കിനി വരാൻ വേണ്ടി പോവുകയാണ്. സന്തോഷിക്കാൻ ഇനി വലിയ കാരണങ്ങളൊന്നും കണ്ടെത്തി പോകണ്ട, ഇനിയിപ്പോൾ സന്തോഷ വാർത്ത എത്രയും പെട്ടെന്ന് എത്തുന്നതായിരിക്കും എന്നൊക്കെ കരുണയാണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്.